ഹലോ, ഒന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നുമില്ല, എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. നമ്മുടെ ഇന്ന് കടല വറുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കടല എൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വറുത്ത് കാണിക്കാൻ പോണത്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ വറുക്കാമെന്ന്. അപ്പോൾ വറുക്കാനുള്ള പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിന് ചീനച്ചട്ടി എന്ന് പറയാം, നിങ്ങളിവിടെയൊക്കെ എന്താ പറയുന്നത് അറിയില്ല. എന്തായാലും അത് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഉള്ളിലുണ്ടാവും. വെള്ളമൊക്കെ ഒന്ന് പോകട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് കടല ഇടാം. സിമ്പിളാണ് പണി, എല്ലാവർക്കും അറിയുണ്ടാവും. പക്ഷെ എനിക്കൊരു കൗതുകം തോന്നിയിട്ടൊന്നുമില്ല, ഞാൻ വെറുതെ ഒന്ന് ചെയ്യണതൊന്ന് ഇട്ടെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സാധാ കടല ഒന്ന് ഇട്ട് കൊടുക്കാം. ഏകദേശം നന്നായിട്ടായിട്ടുണ്ട്, അതാണ് ഇത്ര ആവി പൊന്തുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് തീ കുറയ്ക്കേണ്ടതുണ്ട്. ഒന്ന് കുറച്ച് കൊടുക്കുക, ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. നമ്മൾ ഈ കടലാണ് കേട്ടോ, ഞാൻ കുറേ നേരമായി കടല കടല എന്ന് പറയുന്നത്. പക്ഷേ ഇതാണ് നമ്മൾ വറുക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, ഇത് നമ്മുടെ തമിഴ്നാട് ഭാഗത്തൊക്കെ നന്നായിട്ടുണ്ടായി വരുന്നതാണ്. ഒന്ന് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ വറവ് തുടങ്ങാൻ പോവുകയാണ്. അടിപൊളിയായിട്ട് വറക്കാൻ പോവുക കേട്ടോ. കൂടുതലിടുന്നില്ല, കൂടുതലിട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ നന്നായിട്ട് ആവി പറക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, നല്ല തീയായിരുന്നു. അതാണ് ഇങ്ങനെ ഒരു ആവി പറക്കാൻ കാരണം. അതൊന്നും ഇങ്ങനെ നല്ല നമ്മൾ മെല്ലെ ഇങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഇതിൻ്റെ മറ്റു പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ചെയ്യാൻ പോണത് സിമ്പിളായിട്ടാണ്, അറിയുന്ന ഐഡിയ വെച്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് പല ഐഡിയകളൊക്കെ ഉണ്ടാവും സിമ്പിളായിട്ട് വർക്കാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ രീതിയിലാണ്. നമുക്ക് കഴിച്ചാൽ മതിയല്ലോ, അപ്പോൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ജസ്റ്റ് ചൂടാക്കി എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങൾക്കും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഏകദേശത്തെ കളറ് മാറി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ അറിയില്ല, ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഏകദേശം ഒരു ബ്ലാക്ക് കളറായിട്ട് ഇങ്ങനെ ചെറിയൊരു ബ്ലാക്ക് കളർ ഇതാ എവിടേക്ക് കാണാം. സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനൊക്കെ കളറും മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കളറ് മാറിയിട്ടുണ്ട്, ഏകദേശം കളറ് മാറി വരുന്നുണ്ട്. അങ്ങനെ ഒരു മീഡിയം കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ അങ്ങനെ നോക്കാം, കഴിക്കാൻ നോക്കാം കേട്ടോ. എന്തായാലും ഒന്നേ പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്, നോക്കട്ടെ ആയിട്ടുണ്ടോയെന്ന് അറിയാം. ഞാൻ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ അത്ര നന്നായിട്ട് ആയിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ചൂടാക്കണം. നല്ലൊരു വൈബ് പരിപാടിയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴേ രണ്ടായിട്ട് സൗണ്ടാണ്. ഒന്ന് നമ്മുടെ കടലിൻ്റെ സൗണ്ടും ഒന്ന് പാത്രത്തിൻ്റെ സൗണ്ടും. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതൊരു താളത്തിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമുക്ക് നേരം പോവും, കടല ആയി കിട്ടും ചെയ്യും. അതിൻ്റെ രണ്ട് പ്രത്യേകതകളാണ്. എല്ലായിടത്തും ട്രൈ ചെയ്യുക. കടകളിലൊക്കെ അപ്പോൾ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ്റെ ഫ്രണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കല്യാണത്തിന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അവരവിടുത്തെ സ്പെഷ്യൽ ഇതാണ്. നമ്മളിപ്പോൾ സാധാരണ ചുമ ഉണ്ട് കേട്ടോ, കാരണം നന്നായിട്ട് കത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ ആ വീട്ടിലുള്ള അവിടുത്തെ ആ ഭാഗത്തുള്ള സ്പെഷ്യലാണ്. അപ്പോൾ അവർക്ക് ഈ കൂട്ടുകാരനെ അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം അരച്ചാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് എനിക്ക് തന്നിട്ടുണ്ട്. വേണ്ടത്ര എടുക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. എന്തായാലും നമുക്കൊന്ന് പൊളിച്ച് നോക്കാം, എന്താ പാട് നോക്കാം. ഇവിടെ ഞാൻ ഒന്ന് എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറായിട്ടുണ്ട്, ഒന്ന് പൊളിച്ച് നോക്കട്ടെ കേട്ടോ, എന്താ പാട് നോക്കാം. അപ്പോൾ ഒന്നെടുത്ത് ഞാൻ പൊളിച്ചിട്ടുണ്ട്, ഒന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, കടലിൻ്റെ അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ, എന്തായിക്കണം നോക്കട്ടെ. കുഴപ്പമില്ല, പക്ഷേ ഒന്നും കൂടി ആവാനുണ്ട്. കാരണം ഇതിനുള്ളിലേക്ക് ചൂടെത്തിയിട്ട് വേണമല്ലോ പുറത്തേക്ക് വരാൻ. ഇതിൻ്റെ ഉള്ളിലേക്ക് തട്ടി ഒരു ചൂടൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഒരു പച്ചപ്പ് വിട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി ഒന്നിങ്ങനെ ഇളക്കി വെക്കുക. ഏകദേശം ചുമക്ക് വരുന്നുണ്ട്, കാരണം നല്ല ടെമ്പറേച്ചറിലാണ് അപ്പോൾ ഇത് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് നേരം നമുക്ക് ഇളക്കാതെ നിട്ട് നോക്കാം. ഒരു ഭാഗത്ത് തന്നെ നന്നായിട്ട് ചൂട് ചെല്ലട്ടെ. നമ്മൾ ഇളക്കുമ്പോൾ കറക്റ്റായിട്ട് ചൂട് വരായിട്ടാകും. കണ്ട അവർ ഏകദേശം കളറ് ഞാൻ സൂം ചെയ്യുന്നുണ്ട്. കളറൊക്കെ കണ്ട ബ്ലാക്ക് കളറായി, മഞ്ഞ കളറിൽ നിന്ന് വിട്ടിട്ട് ബ്ലാക്ക്.
അപ്പോൾ എന്തായാലും നമ്മൾ കടല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കഴിച്ച് നോക്കാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ചുമ വന്ന് ഇനി വയ്യ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ. താങ്ക് യു.